ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവത്തിന്റെ ഒരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഉത്സവത്തോടു കൂടി ഈ വർഷത്തെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഉത്സവങ്ങളെല്ലാം ഈ ഒരു ഉത്സവത്തോടു കൂടി തീരുകയാണ്. അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ അടിപൊളി ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ അവിടുന്ന് കാളയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കാളയുടെ അവിടെ കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ അമ്മ അതൊക്കെ കുടിച്ചിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ടിരുന്ന് അപ്പൊ ആ സമയമായപ്പോഴത്തേക്കും ഇന്ന് ഉത്സവം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും ആരെങ്കിലും ഒക്കെ റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഈ തവണ അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവര് അനിയനും അപ്പച്ചിയുടെ മക്കളെല്ലാം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവര് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാവരും അതായത് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാവരും അച്ഛന്മാരും അമ്മമാരും എല്ലാം ഒരേ കളർ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ ഇതാണ് ഡ്രസ്സ്. അപ്പൊ ആണുങ്ങളുടെ ആണ് കേട്ടോ. ഇത് അർജുന്റെ ഡ്രസ്സാ. കറുത്ത മുണ്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഈ പൂക്കളുള്ള ഷർട്ടും പിന്നെ ഒരു ചുവന്ന തോർത്തുമാണ് അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. കൊച്ചു പിള്ളേർക്കൊക്കെ ബ്ലാക്ക് കളറ് പാവാടയും പിന്നെ ഇതിന്റെ ഒരു ടോപ്പും. ഞങ്ങള് ചുരിദാർ പോലെയാണ് തയ്ച്ചത്. പകുതിക്ക് ഈ പൂക്കളൊക്കെ ഉള്ള ഡിസൈൻ ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇത് അപ്പച്ചിയാണ്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു 3-3:30 ആയപ്പോഴാണ് ഇവിടെ കാളയൊക്കെ പുറപ്പെടാൻ തുടങ്ങി. നമ്മുടെ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 3:30 എന്നൊക്കെ ഉള്ളത് 4 മണി 4:30 ആയിട്ടുണ്ട്. ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയാൻ തുടങ്ങിയപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആയി. നമുക്കിവിടുന്ന് ജസ്റ്റ് എലവന്തിട്ട വരെ പോകാനെ കൊണ്ട് നമ്മളല്ലാതെ നോർമലായിട്ട് നടന്നു പോവുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും. അപ്പൊ കാളയും കൊണ്ട് പതുക്കെ അല്ലേ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 3-3.5 മണിക്കൂർ എടുത്താണ് ആ 20 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലത്തെത്തി. അപ്പൊ ചെണ്ടക്കാരും മേളക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഇരിക്കുന്നതാണ് നമ്മുടെ നെടിയകാല കൊമ്പൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലവന്തിട്ടിൽ ഞങ്ങളുടെ വീട് വരുന്ന ജംഗ്ഷന്റെ പേരാണ് നെടിയകാല എന്ന്. അപ്പൊ അവിടുത്തെ ഇതിന്റെ അടയാളമായിട്ട് നെടിയകാല കൊമ്പൻ എന്നാണ്. അപ്പൊ ഇതെന്റെ അപ്പച്ചിയുടെ ഇളയ മോനാണ്. ചെണ്ടക്കാരും ആൾക്കാരും ഒക്കെ വന്നു. അപ്പൊ അപ്പച്ചയ്ക്ക് കാലിനൊരു ചെറിയ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒത്തിരി നടക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിഫോം ഡ്രസ്സ് എടുത്തില്ല. അപ്പൊ അതിന്റെ കാര്യമാണ് അങ്കിള് പറഞ്ഞു നടക്കിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാരും വന്നൊക്കെ തുടങ്ങിയിട്ടുള്ളു. അപ്പൊ ഇനി പോകാനും കൂടെ കുറെ സമയം എടുക്കുന്നതായതുകൊണ്ട് നമുക്ക് അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നമ്മളിരിക്കും. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു 4 മണി എന്നൊക്കെ പറഞ്ഞാൽ 4:30-4:45 നമ്മളിവിടുന്ന് ഘോഷയാത്രയായിട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ അതുവരെ നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ഒരു ബാഡ്ജും ഉണ്ടായിരുന്നു. അപ്പൊ നെടിയകാല കൊമ്പൻ എഴുതിയ ഒരു ബാഡ്ജും ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ ബാഡ്ജും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കാവുണ്ട്, മലന്തേവർമോടി കാവ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പോയി കൊട്ടിയിട്ട് വരാൻ വേണ്ടിട്ട് അവിടെ വരെ പോയിട്ട് വരികയാണ്. അപ്പൊ എല്ലാരും അവിടെ കാവിന്റെ അവിടെ പോയി കൊട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. നമ്മളെല്ലാം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല അടാറ് ചൂടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആകുന്നത്. ഇത് ആദ്യമായിട്ട് നമ്മുടെ ഡ്രസ്സ് ഈ ഒരു പൂക്കളുള്ള സംഭവം എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാത്ത ഒരു ഇതായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് സിംഗിൾ ആയിട്ട് കണ്ടപ്പോ ഒരുമാതിരി ടേബിളിന്റെ ഒക്കെ കവർ പോലൊക്കെ ഇരിക്കുന്ന പറഞ്ഞ എല്ലാവരും
എല്ലാരും കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ തയ്ച്ചു വന്നപ്പോ നല്ല സൂപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് നല്ല പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ. നമ്മുടെ ആ പൂക്കളുള്ള ഇതും ഫുള്ള് ആയിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടാകത്തില്ലായിരുന്നു. ബ്ലാക്കും ഇതും കൂടെ ആയപ്പോ നല്ല പോലെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കാവിലൊക്കെ പോയി അവർ കൊട്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മള് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാകട്ടെ ഇടയ്ക്ക് വോയിസ് കട്ട് ചെയ്യുന്നത്. കാരണം പാട്ടൊക്കെ വരുമ്പോ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് നാടൊന്നാകെ ചേർന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. കുറെ നേരം കൊണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിരുന്ന് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടാറിട്ട റോഡിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട്. അപ്പൊ അതേ സമയമൊക്കെ ഏകദേശം നമ്മൾ പുറപ്പെടാൻ ഉദ്ദേശിച്ചതിലും കുറെ മുന്നോട്ട് പോയപ്പോ എല്ലാരും കൂടി പിടിച്ച് പുറപ്പെടാൻ പോവാണ്. ഒരുപാട് ധൃതിയുടെ കാര്യമില്ല, കാരണം കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് ഇവിടെ പോകാനായിട്ട്. അപ്പൊ രാത്രി ആകുമ്പോഴേ അവിടെ ചെല്ലേണ്ട കാര്യമുള്ളൂ. കാരണം നമ്പർ വൈസ് നമ്മുടെ 31 മറ്റായിരുന്നു തോന്നുന്നു ആളുടെ നമ്പർ. അപ്പൊ നമുക്ക് പതുക്കെ ചെന്നാൽ മതി. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ നെടിയകാല കൊമ്പൻ. അപ്പൊ ആദ്യം തന്നെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതിന്റെ പുറകെ കാവടി തുള്ളലും പിന്നെ ലൈറ്റ് ഇല്ലേ, ലേസർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വണ്ടി, അതുപോലെ തന്നെ ഈ പേപ്പറൊക്കെ ഇങ്ങനെ ചീറ്റിച്ചു വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുമെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സ്ഥിരമായിട്ട് ഉത്സവത്തിനൊക്കെ കാണുന്ന ഒരു ഹിറ്റോ, പക്ഷെ ഇതിന്റെ പേരെന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ കാള ഇങ്ങനെ റെഡി ആയിട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അറേഞ്ച് ചെയ്തൊക്കെ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. കാരണം മുന്നിൽ ഇങ്ങനെ ചെണ്ടമേളം, പുറയില് ഈ ലൈറ്റും കാര്യങ്ങളും അമ്മ കൂടത്തുള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്ര പുറപ്പെടുന്ന സമയത്ത് പടക്കമൊക്കെ പൊട്ടും കേട്ടോ. അതിന്റെയാണ് ആ ബാക്കിൽ ഇങ്ങനെ പുകയെല്ലാം കൂടെ പൊഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൗണ്ടിനേക്കാൾ കൂടുതൽ പുകയായിരുന്നു തോന്നുന്നു. അപ്പൊ അതെ നമ്മുടെ ഇതിന്റെ കൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഘോഷയാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ലൈൻ കമ്പി ഇങ്ങനെ മുട്ടാതിരിക്കാൻ വേണ്ടി പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ടി പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ 31 നമ്പർ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പതുക്കെ പോയാൽ മതി. അപ്പൊ നമ്മുടെ ഘോഷയാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു.
നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഓൺ ആക്കി പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ ആദ്യം പറയാതിരിക്കാൻ വയ്യ, വളരെ ശോകമായിരുന്നു. ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടൊന്നുമല്ല. പിള്ളേർ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കളിക്കുന്ന ഡാൻസുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കുറെ പാട്ടുകളൊക്കെ നമ്മുടെ സാധാരണ മെലഡി ഗാനങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ഭയങ്കര ശോകമായിരുന്നു. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി പൊളിപ്പം പാട്ടൊക്കെ വരാൻ തുടങ്ങി. അന്നേരം പിന്നെ എല്ലാവരും ഒരുമിച്ചിറങ്ങി. ആദ്യം എല്ലാവർക്കും മടിയായിരുന്നു. ആദ്യം മുന്നിൽ പിള്ളേർ മാത്രമേ കളിക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ എന്താ പടക്കത്തിനൊക്കെ തീ കൊളുത്തിയ പോലെ വന്ന അവസാനം നമ്മൾ ഫുൾ ഉഷാറിലായിരുന്നു. ആദ്യമൊക്കെ എല്ലാരും ഭയങ്കര ശോകമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ എന്താ നമ്മുടെ സാധാരണ എന്താ ഈ ബസ്സിലൊക്കെ പോയിരിക്കുമ്പോ സൈഡ് സീറ്റ് ഒക്കെ വെച്ച് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റിയ പാട്ടുകളൊക്കെയായിരുന്നു. അല്ല ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകളൊന്നുമില്ല. അപ്പൊ അങ്കിൾമാരൊക്കെ വന്ന് ചോദിച്ചു, നിങ്ങളെല്ലാരും എന്താ ഒരുമാതിരി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, ഉത്സവമൊക്കെ അല്ലെന്ന് അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരോട് സംസാരിച്ചൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ വന്നു. ആദ്യം നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്തെ പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വന്ന്. ലൈറ്റൊക്കെ പക്ഷെ രാത്രി ആയപ്പോഴാട്ടോ നല്ല എടുപ്പുണ്ടായിരുന്നു. നമ്മുടെ എന്താ സൂര്യൻ പ്രകാശം ഉള്ളപ്പോൾ ആ ലൈറ്റിന് അത്ര വലിയ എഫക്റ്റും കാര്യങ്ങളൊന്നും തോന്നില്ല. അതിന്റെ ഇടയ്ക്ക് പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുകയൊന്നും കാണാൻ പോലില്ലായിരുന്നു. രാത്രിയായപ്പോൾ നല്ല പൊളിപ്പനായിരുന്നു. അപ്പൊ നമ്മളെല്ലാം കൂടെ പാട്ടൊക്കെ മാറ്റുന്നതിന്റെ ഒക്കെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഉഷാറായിട്ട് നമ്മുടെ ഘോഷയാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ പിൻവലിഞ്ഞ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഘോഷയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ തുള്ളി തുള്ളി ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നു. അപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള തള്ളും പിടിയൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളമായിരിക്കും വിചാരിച്ചു, പക്ഷെ തണുപ്പൊന്നും ഇല്ലാത്ത വെള്ളമായിരുന്നു. പിന്നെ എന്ത് കിട്ടിയാലും കുടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അതുപോലെ നല്ല ക്ഷീണമായി, തുള്ളി തുള്ളി ക്ഷീണമായി എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുന്നു. ആദ്യം ഞങ്ങൾ കുറെ സ്പീഡിലായിരുന്നു പോയത് കേട്ടോ. അപ്പൊ പിന്നെ എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഓടി അവിടെ പോവാ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരിയും ദൂരേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് സമയമുണ്ട് എപ്പോഴാ ചെല്ലേണ്ടതെന്നും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് പ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കിട്ടാഴ്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനു വേണ്ടിയുള്ള സ്ഥലം ഇല്ല. നമുക്ക് നേരത്തെ മെഴുവേലിൽ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഭയങ്കര ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് നമ്മുടെ പ്ലോട്ടുകളൊക്കെ വെക്കാനും കൊണ്ടും റൗണ്ട് ചെയ്യാനും ഒക്കെ ഒത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് രാത്രിയൊക്കെ ആവാറാകുമ്പോഴത്തേക്കൊക്കെ ഓരോ സമയം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മളിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പതുക്കെ ഡാൻസ് ഒക്കെ കളിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. ഘോഷയാത്രയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തരുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ കൂടെ ബണ്ണുണ്ടായിരുന്നു കേട്ടോ. ബണ്ണിന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി. കാരണം നമ്മുടെ നോർമൽ ബണ്ണാണെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം എനിക്ക് ബണ്ണ് വേണ്ടാന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് തള്ളി. പിന്നെ ആൾക്കാർ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് സംഭവം ക്രീം ബണ്ണായിരുന്നു. പിന്നെ ഒരു മത്സരം പോലായിരുന്നു. ക്രീം ബണ്ണിന്റെ അവിടെ എല്ലാവരും കൂടെ അടിയായിരുന്നു. ആ അബദ്ധം തന്നെ റിവേഴ്സ് ഓർഡറിൽ എനിക്ക് പറ്റി. കാരണം ഇത് ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മള് നിന്നോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ ഇതുപോലൊരു വലിയ പാക്കറ്റ് ബണ്ണ് കൊണ്ടുണ്ടേ തന്നു. ഞാനത് ക്രീം ബണ്ണാന്ന് വിചാരിച്ച ആ പാക്കറ്റോടുകൂടി ഇങ്ങനെ വാങ്ങിച്ചു. പക്ഷെ അത് ക്രീം ബണ്ണായിരുന്നില്ലായിരുന്നു, നോർമൽ ബണ്ണായിരുന്നു. പിന്നെ അത് ഓരോരുത്തരെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ പെട്ട പാട്. അതുവഴി വന്നവർക്കുള്ള കൊട്ട് ഒരു വിധത്തിലാണ് നമ്മൾ കൈ ഒഴിഞ്ഞത്. അപ്പൊ നമ്മുടെ നേരെയൊക്കെ സന്ധ്യ ആവാതുണ്ട്. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ലേസർ ലൈറ്റിന്റെയും കാര്യങ്ങളുടെയൊക്കെ എഫക്ട് നമുക്കൊരു ലൈറ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന, ലൈറ്റ് എന്ന് ഉദ്ദേശിച്ച് സൂര്യപ്രകാശമൊക്കെ മങ്ങി വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ലൈറ്റിന്റെ ഒക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മുടെ ഒരു റോഡിൽ നിന്ന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോഡിലോട്ടാണ് കയറുന്നത്. അപ്പൊ അവിടെ കുറച്ച് വണ്ടികളും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ട് പണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഈ ചുമന്ന തലകെട്ടും കിട്ടിയിരിക്കുന്നതാണ് എന്റെ അച്ഛൻ ഡാഡിക്കൂൾ. അപ്പൊ എല്ലാവരുടെ ഇങ്ങനെ അവിടുന്ന് ആ ഒരു റോഡ് അങ്ങോട്ട് പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു 3 കൂടിയ ഒരു ജംഗ്ഷൻ ആണ്. ഇവിടുന്ന് എല്ലാം വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സൂക്ഷിച്ചേ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നമുക്ക് അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാര്യങ്ങളും എല്ലാം കെട്ടിയാഴ്ചയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ക്ലാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ഇങ്ങനെ ലൈൻ കമ്പിയൊക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ്. നമ്മുടെ ലൈൻ ഓഫ് ചെയ്തിട്ടിരിക്കുക 3 മണി മുതൽ 9 മണി വരെ ഓഫ് ആയിരുന്നു. ഉച്ചയ്ക്ക് 3 തൊട്ട് 9 വരെയും ലൈൻ ഓഫ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കമ്പൊക്കെ വെച്ച് ഇങ്ങനെ പൊക്കി കൊടുത്തോണ്ടൊക്കെ പോവാണ്. അപ്പം കണ്ടില്ലേ ലൈറ്റ്, അതായത് സൂര്യപ്രകാശമൊക്കെ കണ്ടില്ലേ. നമ്മുടെ രാത്രി ആവുന്നതിനനുസരിച്ച് നമ്മുടെ ലൈറ്റിന്റെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോൾ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. കളി നിർത്തി കഴിഞ്ഞപ്പോൾ മുടിഞ്ഞ ക്ഷീണമായിരുന്നു. നല്ല കാലുവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് മുതലേ നോക്കി വരുമായിരുന്നു ഈ സംഭവം ഇങ്ങനെ പൊട്ടിക്കുന്ന നോക്കി. അപ്പൊ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ജംഗ്ഷൻ വന്നപ്പോഴാണ് നമ്മുടെ ഇത് പൊട്ടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പേപ്പർ എല്ലാം ഇങ്ങനെ വാരി വെതറത്ത. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കാരണങ്ങളൊക്കെ. ചെറിയ ചീള പേപ്പർ അല്ലേ. അപ്പൊ നമ്മുടെ ഘോഷയാത്ര ഇങ്ങനെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മെയിൻ അവിടെ ജംഗ്ഷൻ കാണാം. അപ്പൊ അവിടെ വരെ നമ്മൾ പോകാനെ കൊണ്ട് 1.5 മണിക്കൂർ എടുത്ത്. കാരണം ഒരുപാട് കെട്ടുകാഴ്ച, അതായത് നമ്മുടെ നമ്പർ 31 ആയിരുന്നു. അപ്പൊ അതിന് മുമ്പുള്ള കെട്ടുകാഴ്ചകളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയെ കയറി അവിടെ വന്നു. അപ്പയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കാലിനൊരു ചെറിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഒത്തിരി നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. അവിടെ മുതൽ അപ്പയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is
nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life changes, just open the door. One thing's certain, I'll always be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours. 29 and ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അപ്പച്ചിയുടെ ഇളയ മോനാണ് കേട്ടോ ഇക്കോ. അപ്പൊ അവനൊരു ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ ശാന്തനാക്കി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ പുറകിലുള്ള കെട്ടുകാഴ്ചയും മുന്നിലോട്ട് ഇങ്ങനെ കയറ്റി വിടണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് പിന്നെ മുന്നിലോട്ട് കയറ്റി വിട്ടിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ മെയിൻ എലവന്തിട്ട ജംഗ്ഷൻ ആണ്. അപ്പൊ അവിടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത്. നമ്മുടെ ഒരു എലവന്തിട്ട അമ്പലത്തിന്റെ മലനടയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ എലവന്തിട്ട അമ്പലം തന്നെയാണ്. അവിടെ വേറെ ഉത്സവം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ മീനമാസത്തിലെ അശ്വതി നാളിലാണ് ഇവിടെ ഉത്സവം വരുന്നത്. രാവിലെ പൊങ്കാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കുഞ്ഞൊരമ്പലം പോലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിന്റേതായ സ്ഥലമല്ല, ഈ ഒരു ചന്തയാണ് ഇവിടെ. അപ്പൊ ആ ചന്തക്കകത്താണ് നമ്മുടെ ഈ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മെയിൻ റോഡാണ് ഇത്. പന്തളം കോഴഞ്ചേരി റോഡായിട്ട് ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സമയം എടുത്തിട്ട് നമ്മൾ ഈ ഘോഷയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. life lessons come one in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. നമ്മുടെ എലവന്തിട്ട ആലിന്റെ അവിടെ എത്തി. അപ്പൊ ആലിന്റെ അവിടെയാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ കുലുക്കുന്നത് നമ്മുടെ കാളയാണ്. അപ്പൊ നമ്മുടെ കാളയുടെ പ്രദർശനത്തിന്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വലിയ ആലിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റി വരിക. അപ്പൊ ആ ആലിന്റെ ചുവട്ടിലാണ് എലവന്തിട്ട അമ്മയുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തലയിലെല്ലാം ഈ മറ്റേ സംഭവം പൊട്ടിയ പേപ്പറും കാര്യങ്ങളൊക്കെ നല്ല പോലെ വീർത്ത് കുളിച്ച് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളിക്കൊണ്ട് അപ്പൊ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. തുള്ളലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല അടാറ് ക്ഷീണവും നല്ല കാലുവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ വർഷത്തിലൊക്കെ ഒരിക്കലല്ല ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വർഷം ഇത് സമയം വരെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ഒരു ഉത്സവത്തോടു കൂടി നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ തീരെ കേട്ടോ. നമുക്ക് ഒത്തിരി അമ്പലമുണ്ട്. മെഴുവേൽ അമ്പലമുണ്ട്, എലവന്തിട്ട അമ്പലത്തിന്റേതായ ഉത്സവമുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഉത്സവങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ഉത്സവത്തോടു കൂടി നമ്മുടെ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ തീരുകയാണ്. അപ്പൊ നമ്മൾ ഒത്തിരി കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ പിള്ളേരുടെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ ഈ ബലൂൺ, പറക്കുന്ന ബലൂൺ. അപ്പൊ ഇവൻ അയക്കുവാണെങ്കിൽ അത് പറത്തി വിടട്ടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പുറകെ നടക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞ് പറത്തി വിടണ്ട. പറത്തി വിട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കരയൊക്കെ ചെയ്ത് പിന്നെ കയ്യിലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാളെ അവിടെ പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവനെ അവിടെ സൈഡാക്കി നമ്മുടെ നെടിയാല കൊമ്പനെ അവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്നു. കാരണം എലവന്തിട്ട അമ്മയുടെ ആണെങ്കിൽ ദേവി വന്ന് ഈ നമ്മുടെ കെട്ടുകാഴ്ച എല്ലാം ഇങ്ങനെ കണ്ടിട്ട് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവർ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഗാനമേള ഉണ്ട്. ഗാനമേള രാത്രി 1:30 അപ്പൊ ഗാനമേളയ്ക്ക് വരണമെന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ അവിടെ നിന്ന്. അപ്പം ഇപ്പൊ തന്നെ സമയം 8:30-9 മണി ആയിട്ടുണ്ട്. അപ്പൊ 9 മണിയായപ്പം വീട്ടിൽ വിളിച്ചു വെച്ചപ്പോ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചു വെച്ചപ്പോ കറണ്ട് വന്നു എന്ന് പറഞ്ഞു. കാരണം കറണ്ട് ഇല്ലാതെ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. കാരണം നല്ല പോലെ വീർത്ത് കുളിച്ച് നല്ല ചൂടായിട്ടിരിക്കണം. അപ്പൊ കറണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വീട്ടിലോട്ടും കൂടെ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. അതുപോലത്തെ അവസ്ഥയാണ്. ഒന്നാമത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ. അതുകൊണ്ട് വിളിച്ചു വെച്ചപ്പോ കറണ്ട് ഒക്കെ വന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങാണ്. അപ്പൊ ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിയെല്ലാം കിട്ടുകയാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ തിരിച്ച് നടന്ന് വീട്ടിൽ പോവാന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be
വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആൽത്തറയുടെ നമ്മുടെ ഇലവന്നിട്ട് അമ്മയുടെ തിരുവാഭരണവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇലവന്നിട്ട് അമ്മ നമ്മുടെ ആൽത്തറയിൽ ഇരുന്നുകൊണ്ട് കെട്ടുകാഴ്ചയും കാര്യങ്ങളും ഒക്കെ ഉത്സവമൊക്കെ സന്തോഷത്തോടു കൂടി കാണുന്നു എന്നാണ് നമ്മുടെ ഇതിന്റെ ഒരു ഐതിഹ്യം. അപ്പൊ അമ്മയുടെ തിടമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോവാണ്. വണ്ടി വല്ലതും കിട്ടുകയാണെങ്കിൽ വണ്ടിക്ക് പോകണം, അല്ലെങ്കിൽ നടന്നു പോകാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഓട്ടോ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന ചോദിച്ചപ്പോൾ അവർ പോകുന്നുണ്ട്. അവർ പെട്ടെന്ന് അതിൽ ചാടി കയറി. അപ്പൊ വീട്ടിലൊക്കെ ചെന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഗാനമേളക്കൊക്കെ വരാന്ന് വെച്ചിട്ടായിരുന്നു. ഗാനമേളയാണെങ്കിൽ വെളുപ്പിന് 1:30 പക്ഷെ എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. കയറി കിടന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങി. ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടി ഗാനമേളക്കൊക്കെ പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നല്ല ക്ഷീണമായിരുന്നു. എനിക്ക് കാലിന് നല്ല വേദനയും കാര്യങ്ങളൊക്കെയായിരുന്നു. ഒരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാം കൂടെ അനിയനും അപ്പച്ചനും മോനും അവരെല്ലാം കൂടെ പോയി ഗാനമേളയൊക്കെ കണ്ടു. ഗാനമേളയൊക്കെ നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു. 1% എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചാടിത്തുള്ളി പോയേനും. പക്ഷെ ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഉറക്കത്തിന്റെ ഇടയിൽ വിളിച്ചപ്പോൾ ഞാൻ ഉറക്കം കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം വന്നിട്ട് അവർ നല്ല അടിപൊളി ഗാനമേളയൊക്കെ ആയിരുന്നു പറഞ്ഞപ്പോ പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പോയ കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ കോട്ടയിൽ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അടിപൊളി ഉത്സവമായിരുന്നു. ഈ വർഷം നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ ഒരു എല്ലാരും ഒരുപോലെ നാട്ടിലെല്ലാരും ഒരുപോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ മെയിൻ ഒരു അട്രാക്ഷൻ നമ്മള് തന്നെ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതിനും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ അത്രയും ഒരു അട്രാക്റ്റീവ് ആയിട്ടൊന്നും തോന്നില്ല. എല്ലാവരും ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാവരും ഫേസ്ബുക്കിലെല്ലാം വന്ന് ഡ്രസ്സിന് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉത്സവത്തിന്റെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ ലൈഫ് സേഫ് ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ടാറ്റാ.